ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മൂസ് ന്യൂസ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ആരെങ്കിലും കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പോൾ ഈ ഒരു തേരട്ടേനെ എല്ലാവർക്കും അറിയണ്ടായിരിക്കും അല്ലേ. തേരട്ട, പുഴു പല പേരിലാണ് കേട്ടോ ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ സ്വർണ്ണപ്പുഴു, മണ്ണെണ്ണപ്പുഴു, പിന്നെ കല്യാണിപ്പുഴു, അങ്ങനെ പല പേരും ഇതിലുണ്ട്. ഈ ഇഴജന്തുക്കളുടെ ശല്യം രൂക്ഷമാകുന്ന ഒരു കാലമാണ് അല്ലേ ഈ മഴക്കാലം എന്ന് പറയുന്നത്. ഈച്ചയും പാറ്റയും മുതൽ പാമ്പുകളുടെ ശല്യം വരെ ഈ മഴക്കാലത്ത് ഉണ്ടാവും. ഇതിൽ മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള ഈ തേരട്ടയാണ് കേട്ടോ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ കാണാറുള്ളത്. പൊതുവേ പരിസ്ഥിതിക്ക് വലിയ ദോഷമൊന്നും ഉണ്ടാക്കില്ല ഈ തേരട്ടകൾ, പക്ഷേ ഇവ മനുഷ്യന് ദോഷമാണ്. ഇവയുടെ ശരീരത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഒരു പ്രത്യേക തരം രാസവസ്തുവാണ് നമുക്ക് ഭീഷണിയാകുന്നത്. അന്തരീക്ഷത്തിൽ തണുപ്പുണ്ടാകുമ്പോഴാണ് ഇവ കൂട്ടത്തോടെ പുറത്തുവിടാറുള്ളത്. ഈ കാലയളവിൽ തന്നെ ഇവയുടെ പ്രജനനവും നടക്കും. മുട്ടയിടുകയാണ് ഇവയുടെ രീതി. അതിവേഗം ഇഴഞ്ഞു നീങ്ങാൻ കഴിവുള്ള ജീവികളാണ് ഈ ഇത്തരം തേരട്ടകൾ. ശത്രുക്കളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയാണ് ഇവ ശരീരത്തിൽ നിന്നും പ്രത്യേകതരം രാസവസ്തു പുറപ്പെടുവിക്കുന്നത്. മണ്ണയ്ക്ക് സമാനമായ മണമാകും ഇതിനുണ്ടാവുക. ഈ രാസവസ്തു നമ്മുടെ ശരീരത്തിൽ തട്ടിയാൽ പൊള്ളലുണ്ടാകും. ഇവ വീണ ഭക്ഷണം കഴിച്ചാൽ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ രാസവസ്തു കണ്ണിൽ തട്ടിയാൽ കാഴ്ചശക്തിയെ അത് ഗുരുതരമായി ബാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തേരട്ടേനൊക്കെ കണ്ട അങ്ങനെ ചവിട്ടി കൊല്ലാനൊന്നും ശ്രമിക്കരുത് കേട്ടോ. അങ്ങോട്ട് എടുത്ത് കളഞ്ഞാൽ മതി. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ആ രാസവസ്തു അവിടെയൊക്കെ വീണാൽ നമ്മുടെ ശരീരത്തിൽ കയ്യിലും കാലിലൊക്കെ തട്ടിയാൽ പൊള്ളണ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ജീവി ഇപ്പോൾ വലിയ ഉപദ്രവമില്ലെങ്കിലും നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു തേരട്ടയെ തന്നെയാണ് ഇത്. മുമ്പത്തെ കാലത്ത് നമ്മൾ സ്വർണ്ണപ്പുഴു എന്നൊക്കെ പേരിട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും കാണാനും ഭംഗിയുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയ കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്.